ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഇവിടെ എന്തേ നടക്കുന്നേ? ഇവർ ടീം വീട് കൂടെയാണ് മത്സരിക്കുന്നത്, അതും 10 പേർ വെച്ച്. എന്നിട്ടും എങ്ങനെയാ അവർക്ക് ഈക്വൽ ആയിട്ട് ഇവർ ഗോൾ അടിച്ചിരിക്കുന്നത്? ഹേ ടീം വി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? മര്യാദക്ക് കളിക്ക്. വെറും 10 പേരെ വെച്ചിട്ടാണ് അവർ നിങ്ങളുടെ ഒപ്പം എത്തിയത്. ഇങ്ങനെ പോയാ നിങ്ങൾ തന്നെ അവരെ ജയിപ്പിക്കുമെന്ന് തോന്നുമല്ലോ. പുറകിൽ നിന്നും കുത്തുന്ന ഒരു ദ്രോഹിയായിട്ടുള്ള നീ എന്നെ കളി പഠിപ്പിക്കണ്ട എന്ന് പറയാണ് റിയോ. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എന്റെ ഡ്രീംസിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് കോൻ. എന്റെ പേരൻസ് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. എന്നെ കൊണ്ടത് സാധിക്കുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയെങ്കിലും എനിക്ക് വേൾഡ് കപ്പ് സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുകയാണ് റിയോ. എന്ന ഇതേ സമയം റൈച്ചി അവനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അവന്റെ അടുത്ത് ഇപ്പൊ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. സാന്റെ അടുത്തോട്ട് പാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒരു ചാൻസ് കിട്ടിയ അവന്റെ കയ്യിൽ നിന്നും ബോൾ തട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുവാണ് ഇസഗി. എല്ലാവരും ചേർന്ന് എന്നെ ട്രാപ്പ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ തോറ്റുപോകും എന്ന് ചിന്തിക്കുവാണ് റിയോ. സോ എന്ത് ചെയ്യണോന്നറിയാതെ അവിടെ പകച്ചു നിൽക്കുന്ന റിയോയെ കണ്ട് നാഗി അവന്റെ അടുത്തോട്ട് വരുന്നു. ബോൾ പാസ് ചെയ്യ എന്ന് പറയുവാണ് നാഗി. ഇതുവരെ അവൻ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും എടുത്തിരുന്നില്ലല്ലോ, ഇപ്പൊ ഇതെന്ത് പറ്റി എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. റിയോ, നമ്മൾ തോൽക്കില്ല, തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും എന്ന് പറഞ്ഞ് നാഗി ബോളും കൊണ്ട് എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന ഡിഫൻഡേഴ്സിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് പോവാണ് നാഗി. ഹേയ് സാൻ എന്ന് വിളിക്കുവാണ് നാഗി. പെട്ടെന്നതാ നാഗിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സാൻ അങ്ങോട്ട് ഓടി വരുന്നത്. ഇതെന്ത് ഫീലിംഗാ? ഒരുപക്ഷെ റിയോ തോറ്റുപോകുന്നു വിചാരിച്ച് ഞാനെടുത്ത തീരുമാനമാണോ ഇത്? ഒരിക്കലും ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ. ഒരുപക്ഷെ ഫുട്ബോൾ കളിക്കുന്നത് വളരെ കൂളായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? അതെ, അതുപോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇനി എന്നെ തടയാൻ ആരെ കൊണ്ടും സാധിക്കില്ല എന്ന് പറഞ്ഞ് ഗോൾ പോസ്റ്റിന്റെ കോർണറിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഗോൾ അടിക്കുവാണ് നാഗി. ഇവിടെ ഇംപ്രൂവ് ആയിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, ആ മോൺസ്റ്ററും അവേക്നിങ് ആയിരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. ഹേയ് റിയോ, എനിക്കിത് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഇതുവരെ ലൈഫ് വളരെ ബോറിംഗ് ആയിട്ടായിരുന്നു പോയിരുന്നത്, പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇനി നമുക്ക് എത്ര ഗോളാ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് നാഗി. യെസ്, കറക്റ്റ് ആയിട്ട് തന്നെ. ഇങ്ങനെ തന്നെ പോയാ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കുകയാണ് കുവാൻ. ആ മോൺസ്റ്റർ അവൻ അവേക്നിങ് ആയതുകൊണ്ടാണ് ഇത്രയും ദൂരം വന്നത്. അല്ല, അവൻ ഇത്രയും ദൂരം വന്നതുകൊണ്ടാണ് അവൻ അവേക്നിങ് ആയത്. അത് തന്നെയാണ് ബ്ലൂ ലോക്കിന്റെ സിസ്റ്റവും. ഇവിടെ ഇംപ്രൂവ് ആവുന്നത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ എതിരെ നിൽക്കുന്നവർ കൂടിയാണ് എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സോ ഇനി 15 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഇനി 15 മിനിറ്റ് കൊണ്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുകയാണ് ഇസഗിയുടെ ടീം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യും എന്ന് കുനുഗാമിയും ചീഗിരയും പറയുന്നു. ഹേയ് മണ്ടന്മാരെ, ഇനിയും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. തോറ്റുപോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എല്ലാവരും ഓഫൻസിൽ ഇറങ്ങ്. ഇസഗിയും ഞാനും മിഡ്ഫീൽഡിൽ ഇറങ്ങിക്കോളാം. ബാക്കിയുള്ള എല്ലാവരും അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യേ. ആർക്കൊക്കെ ഗോൾ അടിക്കാൻ പറ്റുമോ അവരൊക്കെ ഗോൾ അടിക്കാൻ ശ്രമിക്കുക. സോ ഇനി സർവൈവ് ചെയ്യാൻ നമുക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയുവാണ് റൈച്ചി. ഇതേ സമയം ഇനി ഒരു ഗോളെങ്കിലും അടിക്കണം എന്ന് ചിന്തിക്കുകയാണ് റിയോ. റൈച്ചി പറഞ്ഞത് ശരിയാണ്. ഇനി ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പുറത്തു പോവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോരാടിയേ പറ്റൂ. ഇവിടെ ആ നാഗിയാണ് പ്രശ്നം. അവനെ എങ്ങനെയാ ഡിഫെൻഡ് ചെയ്യുന്നേ? ബാഷറയെ ഒരുപാട് പേർ ചേർന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അല്ല, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ചിന്തിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. ഹേയ്, വളരെ വേഗത്തിൽ ഓടാൻ ശ്രമിക്കു ചീഗിരി എന്ന് പറഞ്ഞ ബോൾ അവനെ നേരെ പാസ് ചെയ്യുന്നു. സോ സാനിനേക്കാൾ വളരെ വേഗത്തിൽ ഓടണമെന്നുള്ളത് കൊണ്ട് ആരുമില്ലാത്ത 15 മീറ്റർ മുമ്പിലോട്ട് അവൻ ബോൾ പാസ് ചെയ്യുന്നു. പിന്നീട് സാനിനേക്കാൾ വളരെ വേഗത്തിൽ ഓടി ആ ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാ പെട്ടെന്നാണ് നാഗി അങ്ങോട്ട് വരുന്നത്. ഓ, തീർന്നു എന്ന് ചിന്തിക്കുകയാണ് ചീഗിരി. ഇല്ല, ഇത് ഇനി അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസഗി അവന്റെ മുൻപിലോട്ട് വരുന്നു. നാഗി ബോൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ആരുമില്ലാത്ത സ്ഥലത്തോട്ട് ചീഗിരി ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് അത് ആരും എടുക്കരുതെന്ന് വിചാരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ പോയതാണ് നമ്മുടെ ഇസഗി. ഇതേ സമയം സാനിനെയും തോൽപ്പിച്ച് ഓടി വന്ന ചീഗിരി താങ്ക്സ് ഇസഗി എന്നും പറഞ്ഞു വളരെ വേഗത്തിൽ ആ ബോളും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. സോ തന്റെ മുമ്പിലുണ്ടായിരുന്ന ഗ്യാപ്പിലൂടെ ഗോൾ അടിക്കൂടാന്നും പറഞ്ഞ് നിൽക്കുവാണ് ചീഗിരി. എന്നാ പെട്ടെന്ന് തന്നെ ഗോൾ കീപ്പർ അത് തടയുന്നു. ഇല്ല, ഇത് ഇനി അവസാനിച്ചിട്ടില്ല, ആ സ്ഥലത്ത് നിൽക്കുന്നത് എന്ന് ഇസഗി പറയുന്ന സമയത്താണ് ഗിൻ അങ്ങോട്ട് വരുന്നത്. സോ തന്റെ മുഴുവൻ പവർ യൂസ് ചെയ്ത് ഒറ്റയാടി അങ്ങ് അടിക്കുന്നു. എന്നാ അതും അവർ തടയുന്നു. ഇല്ല, ഇത് ഇനിയും അവസാനിച്ചിട്ടില്ല. ഇപ്പൊ ആ ബോൾ വീണിരിക്കുന്ന റേഞ്ച് അവന്റെ ടെറിട്ടറിക്ക് അകത്തോട്ടാണ്. നോക്കുന്ന സമയത്ത് കുനുഗാമി വളരെ വേഗത്തിൽ വന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ഗോൾ അങ്ങ് അടിക്കുന്നു. സോ ഇവരുടെ കളി കണ്ടിട്ട് കുവാൻ അന്തം വിട്ടു നിൽക്കുന്നു. ഒരു മിനിറ്റ്, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്
എന്റെ വെപ്പൺ, എന്റെ സ്പെഷ്യൽ അവയർനെസ് അതുപയോഗിച്ച് വീക്കായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഫില്ല് ചെയ്തു. എന്നാൽ അതൊരു ചെയിൻ പോലെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിച്ചു. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ആ വീക്ക് പോയിന്റ് ഞാൻ തടുത്തത്. അത് കാരണമാണ് ഞങ്ങളുടെ ടീമിന് ഗോൾ അടിക്കാൻ സാധിച്ചത്. സോ എന്റെ കണ്ണിനും എന്റെ ബ്രെയിനിനും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എന്റെ വെപ്പൺ എന്ന് പറയുവാണ് ഇസഗി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ടീം സെറ്റ് ആയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് നാഷണലിലോട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു ഫുട്ബോൾ ടീം ക്രിയേറ്റ് ചെയ്യുവാണ് കുവാൻ. എന്നാൽ അവൻക്കല്ലാതെ മറ്റാർക്കും അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. മാച്ചിന്റെ സമയത്ത് വളരെ ലേറ്റ് ആയിട്ടാണ് ഓരോരുത്തരും വരുന്നത്. ഹേയ്, മാച്ച് ഈ നേരത്താണോ ആരംഭിക്കുന്നേ? ഈ സമയത്താണോ ഇനി വരാൻ പോകുന്നേ? ഇങ്ങനെ പോയാ നമ്മളെ കൊണ്ട് എങ്ങനെയാ നാഷണലിലോട്ട് പോവാൻ സാധിക്കുക എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ വഴക്ക് പറയാണ് കുവാൻ. സോ ഒരു മാച്ചിൽ അവന്റെ ടീം തോറ്റിട്ടും അത് കാര്യമാക്കാതെ അവന്റെ കൂടെയുള്ള മറ്റുള്ളവർ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചിരിക്കുന്നു. ഹേയ്, നിങ്ങളെ കൊണ്ട് എങ്ങനെയാ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നേ? ഇങ്ങനെ പോയാ നമ്മൾ എങ്ങനെ നാഷണലിലോട്ട് പോവാ എന്ന് ഒരുപാട് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിക്കുകയാണ് കുവാൻ. ഹേ ഡ്യൂഡ്, ഈ നാഷണലിലോട്ട് പോവാണെന്ന് പറയുന്നത് നീ സീരിയസ് ആയിട്ട് തന്നെയാണോ? ഒരുപാട് അനിമയൊക്കെ കാണുന്നതിന്റെ കുഴപ്പമാണ് ഇത്. എല്ലാവരെയും കൊണ്ട് അതൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നീ വെറുതെ നടക്കാത്ത സ്വപ്നം കണ്ട് സമയം കളയണ്ട. നമ്മൾ റീജിയൻസിലോട്ട് വന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. നാഷണലിലോട്ടൊന്നും പോവാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാണ് അവന്റെ ടീംമേറ്റ്സ്. സോ അവർ അവിടെ നിന്നും പോകുന്നു. നിങ്ങളെ പോലെയുള്ള ലൂസേഴ്സിന്റെ കൂടെ നടന്ന ഞാനും നിങ്ങളെ പോലെ ലൂസേഴ്സ് ആയിട്ട് മാറും. സോ ഇതിലും നല്ലത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതാ എന്ന് ചിന്തിക്കുകയാണ് കുവാൻ. ഇതേ സമയം തന്നെയാണ് ബ്ലൂ ലോക്കിന്റെ ഓഫറും അവന്റെ അടുത്തോട്ട് വരുന്നത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ല, എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കും എന്ന് ചിന്തിക്കുകയാണ് കുവാൻ. ഈ ടീം സി ശരിക്കും ഒരു മണ്ടന്മാരാ. എന്നെ ഇതുവരെ തോൽക്കാത്ത ടീം വിയുടെ കൂടെ നിൽക്കാൻ വേണ്ടി എങ്ങനെ ഇവരെ കൊണ്ട് സാധിച്ചേ? വെറും 10 പ്ലേയേഴ്സിനെ വെച്ച് എങ്ങനെയാ ഇവരെ കൊണ്ടത് സാധിച്ചേ? ഒരു പക്ഷെ മാച്ച് ഡ്രോയിൽ അവസാനിച്ചാൽ പോലും ഇവരുടെ സ്ഥാനം 3rd പ്ലേസിലായിരിക്കും. സോ അതുകൊണ്ട് അവർക്കൊരിക്കലും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കില്ല. ടീം സിയുടെ ടോപ്പ് പ്ലെയർ ഞാനായതുകൊണ്ട് ബ്ലൂ ലോക്കിൽ സർവൈവ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. എന്നാൽ കുനുഗാമി അടിച്ച ആ ഗോൾ കാരണം ഞാനും അവനിപ്പോ ഈക്വൽ ആയിരിക്കും. എന്നാലും ടീം സിയിലെ റാങ്ക് സിസ്റ്റത്തിൽ ഞാനായിരിക്കും ഫസ്റ്റ്. ഇനി വെറുതെ പരാജയപ്പെട്ടാലും ഡ്രോ ആയാലും എനിക്ക് ബ്ലൂ ലോക്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും. ഒന്നും ചെയ്യാതെ ഞാൻ ഇവിടെ വെറുതെ നിന്നാൽ തന്നെ എന്നെ കൊണ്ട് അടുത്ത സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയാണ് കുവാൻ. ഇനി വെറും 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പൊ നാഗിയുടെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്. രണ്ട് ടീമും ഈക്വൽ സ്കോറിലായതുകൊണ്ട് രണ്ട് ടീമും എങ്ങനെയെങ്കിലും ഒരു ഗോൾ കൂടി അടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നാഗി ഇനി ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഈ 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് 2 ഗോൾ അടിച്ച് വിജയിക്കാൻ സാധിക്കില്ല. സോ ഇപ്രാവശ്യം ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് നാഗിയുടെ പുറകെ പോവാണ് ഇസഗി. എന്നെക്കാൾ വളരെ വേഗത്തിൽ അവനെ കൊണ്ട് ഓടാൻ സാധിക്കും. സോ ബോൾ എനിക്കെടുക്കാൻ സാധിക്കില്ല. എന്ന് അവൻ ബോൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവൻ സ്ലോ ആവും. പെട്ടെന്ന് ഞാൻ അവന്റെ മുമ്പിൽ പോയി നിൽക്കണം. അതെ, ആ കാല് വെച്ച് അവൻ ഇപ്പൊ ആ ബോൾ പിടിക്കും എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. പെട്ടെന്നാണ് അവന്റെ പുറം ഉപയോഗിച്ച് ബോൾ അവൻ തട്ടിയിടുന്നത്. സോ ഇത് കണ്ട് ഇസഗി റിയാക്ട് ചെയ്യുന്നതിന്റെ മുൻപേ തന്നെ ഗോൾ അടിക്കാൻ വേണ്ടി ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് നാഗി. ഞാനിപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ നിന്നാൽ പോലും എന്നെ കൊണ്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കും. അവനെങ്ങാനും ഗോൾ അടിച്ച ഞങ്ങളുടെ കരിയർ എല്ലാം അതോടെ അവസാനിച്ചു എന്ന് ചിന്തിക്കാണ് ടീം സി. അതെ, ഞാനൊന്നും ചെയ്യണ്ട. അതെ, ഞാനൊന്നും ചെയ്യില്ല. ഇല്ല, ചെയ്യില്ല. പെട്ടെന്നാണ് ഗോൾ പോസ്റ്റിനടുത്തെത്തിയ നാഗിയുടെ മുകളിലോട്ട് കുവാൻ ചാടുന്നത്. ഫൗൾ. ടീം സി ഒരു ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മനഃപൂർവ്വം മിസ്സാക്കിയതിൽ കുവാൻ വട്ടാറോ ഓഫ് റെഡ് കാർഡ്. ഹേ കുവാൻ, നീ വെറുതെ നിന്നിരുന്നെങ്കിലും നിനക്ക് വിജയിക്കാമായിരുന്നല്ലോ. പിന്നെ എന്തിനാ? കാരണം നിങ്ങൾക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. തോറ്റു കൊടുക്കരുത്. ഇതേ സമയം നാഗിക്ക് എന്തെങ്കിലും പറ്റിയോന്ന് വിചാരിച്ച് റിയോയും സാനും അങ്ങോട്ട് വരുന്നു. ഹേ ഗൈസ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഡേയ്, എന്തുവാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് റിയോ. ഹേ കുവാൻ, നീ വെറുതെ നിന്നാ പോലും നിനക്ക് വിജയിക്കാമായിരുന്നല്ലോ. പിന്നെ എന്തിനാ? ഇനിയൊരു പക്ഷേ ഈ ടീം തോറ്റാലും ഞങ്ങളുടെ കൂടെ പുറത്തോട്ട് റെഡ് കാർഡ് വാങ്ങിയത് കൊണ്ട് നീയും വരേണ്ടി വരും. അതറിഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുകയാണ് മറ്റുള്ളവർ. അതെ, ഇനിയിപ്പോ നിങ്ങൾ തോറ്റാൽ ഞാനും തോറ്റതുപോലെയാണ്. അതുകൊണ്ട് തോറ്റു കൊടുക്കരുത്, വിജയിക്കണം. എന്നാ മാത്രമേ എനിക്ക് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കൂ എന്ന് പറയുവാണ് കുവാൻ. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കും എന്ന് പറയുവാണ് ഇസഗി. ഇനി വെറും 3 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. നമ്മൾ ഡ്രോയിലാണ് നിൽക്കുന്നത്. അവർ ഗോൾ അടിക്കാതെ നമ്മൾ നോക്കിയാ പോരെ. എന്നാലും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് ടീം വിയിലെ ഒരു പ്ലെയർ പറയുന്നു. മാച്ച് ഡ്രോ ആയെന്നതിനർത്ഥം നമ്മൾ തോറ്റുപോയെന്നാ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവരെക്കാൾ ഒരു ഗോൾ കൂടുതൽ അടിച്ചിരിക്കണം എന്ന് റിയോയും നാഗിയും സാനും എല്ലാവരും പറയുന്നു. സോ ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി റിയോ ആണ് അങ്ങോട്ട് വരുന്നത്. അവൻ നാഗിക്കാണോ സാനാണോ പാസ് ചെയ്യാൻ പോകുന്നത്? ആർക്കായിരിക്കും എന്ന് പറഞ്ഞ ഇസഗിയുടെ ടീം എല്ലാവരും ചിന്തിച്ചു നിൽക്കുവാണ്. ഇത് ബ്ലൂ ലോക്ക് ആണ്. തീർച്ചയായിട്ടും അവനൊരു ഈഗോയിസ്റ്റും ആയിരിക്കും. സോ അവൻ ആർക്കും തന്നെ പാസ് ചെയ്യില്ല.
ഒറ്റക്ക് ഗോൾ അടിക്കാനേ ഒരു ഈഗോയിസ്റ്റ് ശ്രമിക്കൂ എന്ന് ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്ന ഈ മാൻ ഗസ് ചെയ്യുന്നു. സോ അവന്റെ ആ ഫ്രീ കിക്ക് ഈ മാൻ തടയുന്നു. എന്നാൽ ഇതേ സമയം ഓടി വന്ന സാൻ അത് കിക്ക് ചെയ്ത് ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് റൈച്ചി അതിന്റെ മുൻപിലോട്ട് വന്ന് അത് തടയുന്നു. നീ ഇതെവിടുന്ന വന്നേ? നിന്റെ ആ ദുസ്വപ്നത്തിൽ നിന്നും വന്നതാ എന്ന് പറയുവാണ് റൈച്ചി. എന്നാ വീണ്ടും ആ ബോൾ തെറിച്ചു പോകുന്നത് നാഗിയുടെ അടുത്തോട്ടാണ്. ഓ തീർന്ന്. സോ വളരെ പെട്ടെന്ന് തന്നെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി നാഗി ആ ബോൾ കിക്ക് ചെയ്യുന്നു. അതിപ്പോ ഗോൾ ആവോടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വന്ന ഗിൻ അത് തടയുന്നു. സോ ഇവർ ഈ കളിക്കുന്ന കളിയെല്ലാം കുവാൻ കാണുന്നുണ്ട്. ടീം വീട് കൂടെ വെറും 10 പേരായിട്ടുള്ള ഇവർ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കൊണ്ട് വിജയിക്കാൻ സാധിക്കും. ഹിസക്കി, നിന്നെ കൊണ്ടത് സാധിക്കൂടാ എന്ന് വിളിച്ചു പറയുവാണ് കുവാൻ. അതെ, ഇതാണ് എനിക്കുള്ള അവസാനത്തെ ചാൻസ് എന്ന് പറയുവാണ് ഹിസക്കി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി വെറും 1 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ എന്തായിരിക്കും ഹിസക്കി ചെയ്യാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.